ഈ പത്രങ്ങളുടെ ഫ്രെയിമിൽ വരാനുള്ള ഇടിയെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ പാർട്ടി പത്രമായ വീക്ഷണവും ലേഖനമെഴുതി എന്നത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ എഴുതിയിട്ടും കാര്യമില്ല. കാരണം കാണ്ടാമൃഗത്തെ പോലും തോൽപ്പിക്കുന്ന, നാണം കെടുത്തുന്ന, അത്രയും കട്ടിയുള്ള, തൊലിയുള്ള, ഇതിനു വേണ്ടി മാത്രം ജനിച്ചവരെന്ന് വിശ്വസിക്കുന്ന, മരണവീട്ടിൽ പോയാൽ കുറച്ചു നേരം കിടന്നിട്ട് പിന്നങ്ങ് എഴുന്നേക്കാമായിരുന്നെങ്കിൽ ഡെഡ് ബോഡിയായി കിടന്നെങ്കിലും ഒരു പ്രാധാന്യവും വാർത്തയും വരണം എന്നാഗ്രഹിക്കുന്ന കുറേ പേരുള്ളപ്പോൾ ഈ എഴുത്തുകൊണ്ടൊന്നും നന്നാവില്ല എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം. ഇന്നിപ്പോൾ 3ാം ടേമും ഭരിക്കാനുള്ള ആത്മവിശ്വാസവുമായി ഇടതുപക്ഷ സർക്കാരിൻ്റെ വാർഷികം തുടങ്ങുന്ന വേളയിൽ മറുചേരിയിൽ അത് വരണമെന്നാഗ്രഹിക്കുന്നവർ രഹസ്യമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: യവന്മാരെല്ലാം കൂടെ തമ്മിലടിച്ച് കളയുമോ എന്ന് വെച്ചാൽ അത്രയേറെ വിശ്വാസമാണ് വളരെ പളപളാ തിളങ്ങുന്ന, നല്ല വടി പോലെ നിൽക്കുന്ന പശയൊക്കെ മുക്കി കതറിട്ടുകൊണ്ട് നടക്കുന്ന, അത് ആരുടെയെങ്കിലും ദേഹത്ത് തട്ടിയാൽ മുറിയുന്ന ചെറിയ ഒരു ബൾബ് അതിൽ തൊട്ടാൽ ഒരു 5 ബാറ്ററിയുടെ ഊർജ്ജത്തോടുകൂടി ബൾബ് കത്തുന്ന അത്രയും എനർജിയിൽ ഇതിട്ടുകൊണ്ട് നടക്കുന്ന ചില നേതാക്കളെക്കുറിച്ച് സാധാരണക്കാരൻ്റെ ഒരഭിപ്രായമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഏതായാലും ഈ ചിത്രത്തിൽ വരാനും വേദിയിൽ കയറാനുമുള്ള ഭ്രമം സത്യം പറഞ്ഞാൽ ഇവർക്ക് കാപ്പിപ്പൊടി അച്ഛൻ കഴിയുമെന്ന് പറഞ്ഞതുപോലെ മരിച്ചു കഴിഞ്ഞാലും 24 മണിക്കൂർ നിലനിൽക്കും എന്നുള്ളതാണൊരു സത്യം. ഈ ശരീരം തളർന്നവരോ അല്ലെങ്കിൽ അത്തരം ആളുകളോ ആയിട്ടുള്ള ഈ ആഗ്രഹമുള്ളവർക്ക് അതിൽ നിന്ന് പെട്ടെന്നൊരു ഷോക്ക് പോലെ മോചനം നേടാൻ വേണമെങ്കിൽ ഇതിൻ്റെ വേദിയും മൈക്കും കാണിച്ചാൽ മതിയാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്തരം കോമാളിത്തരങ്ങൾ ഒരുപാട് ആളുകൾ നടന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കോമാളിത്തരം കാണിക്കുന്നവരറിയുന്നില്ല പൊതുസമൂഹം ഇതിനെ വെറുമൊരു കോമാളി വേലയായിട്ടാണ് കാണുന്നതെന്ന്. എന്തോ ഉള്ളിൽ അവർക്ക് തോന്നുന്നത് ഈ ചിത്രത്തിൽ വരുമ്പോഴേക്കും നേതാവായി മാറുമെന്നും ആരെങ്കിലുമൊക്കെ ചിലർ കളിയാക്കാൻ വേണ്ടി ഇന്നലെ പടത്തിൽ കണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു സുഖം അങ്ങ് മൂലാധാരം വരെ അനുഭവിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുമാണ് അത്തരക്കാർ ആസ്വദിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിൻ്റെ പല പരിപാടികളും നടക്കുമ്പോൾ വേദിയിൽ കസേര കിട്ടാൻ വേണ്ടി നല്ല വെയിലുള്ളപ്പോൾ പോലും ആരും വരുന്നതിന് മുമ്പേ ഇരിപ്പിടം പിടിക്കുന്ന ചില ആളുകളുണ്ട്. ആ ഇരിപ്പിടം പിടിക്കുമ്പോൾ ചിലർ അവിവേകപൂർണമായി മുൻനിരയിൽ പിടിച്ചു കളയും. പക്ഷേ അത് അപകടമാണെന്ന് പകുതിയാവുമ്പോഴാണ് അവരറിയുന്നത്. ആര് വന്നാലും എഴുന്നേറ്റ് കൊടുക്കാതിരിക്കുമ്പോഴാണ് തൻ്റെ സ്ഥാനം കിട്ടാൻ വേണ്ടി സ്വാധീനിക്കേണ്ടി വരുന്ന ഒരാൾ വരുന്നത്. അപ്പോൾ പിന്നെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ എങ്ങും ഒരു കസേര കിട്ടാൻ സാധ്യമില്ല. അപ്പോൾ പിന്നെന്ത് ചെയ്യും? 30 പേർക്കിരിക്കാവുന്ന സ്റ്റേജിൽ 50 പേരിരിക്കുന്നത് കൂടാതെ 25 പേർ പുറകുവശത്ത് എന്ത് പേരാ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പുറകുവശത്ത് നമ്മുടെ പാടത്തൊക്കെ ഈ കിളികൾ വരാതിരിക്കാനും ചില വീടുകളിൽ കണ്ണേറുണ്ടാകാതിരിക്കാനും രൂപം കെട്ടിവെച്ചിരിക്കുന്നത് പോലെ അങ്ങനെ നിരന്നു നിൽക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ 2ാം നിരയിലാണ് പിടിക്കുന്നത്. അവിടെയും തീർന്നില്ല. ഈ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും ക്യാമറ ഫോക്കസ് ചെയ്യാൻ സാധ്യതയുള്ള ആ ആളുകളുണ്ടല്ലോ, ആ ആളുകളുടെ തൊട്ടു പുറകിലായി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആളിന് നമ്മുടെ പുരാണ കഥാപാത്രത്തിൽ 10 തലയുള്ള ആളുകളെപ്പോലെ അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. എടാ, KC വേണുഗോപാലിന് എത്ര തലയാ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര തലയാ, അല്ലെ VD സതീശന് എത്ര തലയാണെന്ന് തോന്നിപ്പോവും. കയറി നിൽക്കുക. സ്വന്തം ബൂത്തോ വീടോ പലർക്കും അറിയണമെങ്കിൽ ഓട്ടോക്കാരൻ വീട്ടിൽ കൊണ്ടുവിടണം. അതാണൊരു സ്ഥിതിവിശേഷം. പിന്നെ ബൂത്തിൽ ഇലക്ഷന് നിന്നാലോ അവിടെ 4ാം സ്ഥാനത്ത് പോവും. പക്ഷേ ഒരു നേതാവിൻ്റെ അടുത്തേക്ക് ആകർഷിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ചില വസ്തുക്കൾ അതിൻ്റെ ഒരു ആകർഷണ ശക്തി കിട്ടുന്നത് പോലെ ഈ നേതാവിനോടൊപ്പമുള്ള നിൽപ്പാണ് അങ്ങനെ ഒരു നിൽപ്പ്. അവിടം കൊണ്ട് തീർന്നില്ല. മറ്റു ചിലരാകട്ടെ പുറകിൽ സൈഡിലൊക്കെ ഇരിപ്പിടം പിടിക്കും. അവിടെയാവുമ്പോൾ ആരും എഴുന്നേൽപ്പിക്കില്ല. പിന്നെ കോൺഗ്രസ്സിൽ മറ്റു പാർട്ടിയെപ്പോലെയല്ല.
മറ്റു പാർട്ടിയിൽ CPIM ജില്ലാ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറയുന്നതാണ് അവരുടെ പദവികൾ. അവർ മാത്രമേ ഇരിക്കുകയുള്ളൂ. ഇനി ഈവൻ വേറെ ഏതെങ്കിലും ബോർഡിൻ്റെയോ കോർപ്പറേഷൻ്റെയോ ചെയർമാൻ വന്നാൽ പോലും അവരൊരു പാർട്ടി പരിപാടിയാണെങ്കിൽ ആളുകളോടൊപ്പമാണ് ഇരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ നേതാവ് എന്ന് പറയുന്ന ആർക്കും അറിഞ്ഞുകൂടാത്ത എത്ര പോസ്റ്റുണ്ടോ അവർക്കെല്ലാം കയറിയിരിക്കാം. നേരത്തെ എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഏതെങ്കിലും നേതാവ് ഇപ്പോൾ എവിടെ പോയാലാണ്, ഇപ്പോൾ എൻ്റെ അടുത്ത് കരുനാഗപ്പള്ളിയിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ KC വേണുഗോപാൽ അങ്ങ് അരൂര് പോകുമ്പോഴും എല്ലാം ഒപ്പമുള്ളത് കുറച്ച് ആളുകളാണ്. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ വെച്ച് നമ്മൾ അവരെ കണ്ടു, പിന്നെ അടുത്ത അരൂര് നിൽക്കുമ്പോഴും അവിടെ കാണുന്നു, പിന്നെ അടുത്ത KC വേണുഗോപാലിന് കണ്ണൂരാണ് പരിപാടിയെങ്കിൽ അവിടെയും കാണുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കോൺഗ്രസ്സിൽ ഒരു നേതാവിനെ പോലെ ഒത്തിരി ആളുകളുണ്ടോ എന്ന് വിചാരിക്കും. ഇത് ഏത് നേതാവിനാണോ ആ സമയത്ത് ഏതെങ്കിലും പോസ്റ്റ് കൊടുക്കാനോ സ്ഥാനം കൊടുക്കാനോ തൂക്കമുള്ളത്, അവർ വരുമ്പോഴാണ് ഇത് തൂങ്ങിക്കിടക്കുന്നത്. ഈ തൂങ്ങിക്കിടപ്പല്ലാതെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് വിയർത്ത് പണിയെടുത്ത് അവിടെ പാർട്ടി ഉണ്ടാക്കാനോ അവിടെ ഈ പറഞ്ഞ സംഗതികൾ ചെയ്യാനോ ഒന്നും യാതൊരു മെനക്കെടാനോ പ്രവർത്തിക്കാനോ ഒന്നും തയ്യാറല്ല. അങ്ങനെ പണിയെടുക്കുന്നവനെ ഒന്നും അറിയുക പോലുമില്ല. പല നേതാക്കളും പല പരിപാടിക്കും വരുമ്പോൾ പറയുന്നൊരു പ്രശ്നം എന്താണെന്നറിയോ? അവർക്ക് സാധാരണക്കാരനുമായൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. മനുഷ്യമതൽ പോലെ ഈ എന്താ പറയുന്നത് ഒഴുകി വരുന്ന വെള്ളം പോലെ ഒരു സ്ഥലത്ത് നിന്ന ആളുകൾ അവിടുത്തെ ആളിൻ്റെ പ്രതാപം കുറഞ്ഞപ്പോൾ പ്രതാപശാലിയായ ആളിനോടൊപ്പം കൂടി വലിയ മനുഷ്യമല സൃഷ്ടിക്കുന്നത് പോലെയാണ് നേതാവിനെ കൊണ്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ കോഴിക്കോട് DCCയുടെ ആ മന്ദിരം പ്രവീൺ കുമാർ എന്ന് പറയുന്ന DCC പ്രസിഡൻറ്റിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ശേഷിയുടെയും ഒരു ബലം കൂടിയാണ്. കേരളത്തിൽ പുതുക്കിപ്പണിഞ്ഞ പ്രസിഡന്റുമാരിൽ കൊള്ളാവുന്ന പ്രസിഡൻറ്റിൽ ഒരാളാണ് ഈ കോഴിക്കോട്ടെ പ്രവീൺ കുമാർ. അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് ആ ചിത്രമാണ് സാമൂഹ്യ മാധ്യമത്തിൽ അപഹാസ്യമായി പ്രചരിച്ചത്. പദവിയുള്ളവൻ വന്നാലും വന്നില്ലേലും ആ പദവി ഉണ്ടാവും, ആ അന്തസ്സുണ്ടാവും. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ മുന്നിലോട്ടിങ്ങനെ എല്ലാവരുടെയും മുന്നിലോട്ട് ഇത് കുത്തി അങ്ങ് കയറ്റുമ്പോഴല്ല നിങ്ങൾ വലുതാകുന്നത്. നിങ്ങൾ എത്ര പിന്നിലേക്ക് പോകാമോ, എത്ര ജനങ്ങളിലേക്ക് എത്താമോ അവിടേക്ക് പോകുമ്പോൾ ജനമാണ് നിങ്ങളെ പൊക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ സ്വയം പൊങ്ങി എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇത് കാണിച്ച് നിങ്ങളുടെ ഈ മുതിർന്ന നേതാക്കൾ കാണിക്കുന്ന ഈ ഇടിയുണ്ടല്ലോ, ആ ഇടിയാണ് നിങ്ങളുടെ അനുയായികളായിട്ടുള്ള ആളുകൾ താഴോട്ട് കാണിച്ച് വരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നിയാൽ അയാൾക്ക് പിന്നെ അനുയായി ആകേണ്ട ആവശ്യമേ ഇല്ല, അയാളും അങ്ങ് നേതാവായി മാറുകയാണ്. പിന്നെ ഇതൊക്കെ എടുത്തിട്ടുകൊണ്ട് എവിടെയാണോ വരുന്നത്, അത് അവിടെ നടത്തുന്നവനൊരു സ്പേസ് കൊടുക്ക്, അവിടെ കഷ്ടപ്പെട്ടവനൊരു സ്പേസ് കൊടുക്ക്. അവിടുത്തെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഉദ്ഘാടകൻ ഒരാളോ രണ്ടാളോ കഴിഞ്ഞ് ഈ DCC ആഫീസ് ഉണ്ടാക്കാൻ വേണ്ടി പാടുപെട്ടവർക്ക് ഒരു സ്പേസ് കൊടുക്ക്. ഈ അബൂക്കൊക്കെ എത്ര നാളായി പുള്ളിയെ തെള്ളിക്കൊണ്ട് നടക്കുന്നത്. ആ മുഖം കാണുമ്പോൾ തന്നെ അങ്ങനെയുണ്ട് കുറേ നേതാക്കൾ. ചിലരുടെ മുഖം ഇങ്ങനെ പുറത്ത് കാണുമ്പോൾ തന്നെ ആളുകൾ ബാക്കിയെല്ലാം ഓർക്കാനിരിക്കുക. അപ്പോൾ അങ്ങനെ ഓർക്കാനില്ലാത്ത വിധം പുറകിലേക്ക് മാറി നിന്ന് കൊടുക്കുന്നതാണ് ഈ പാർട്ടിയുടെ ഗുണത്തിന് നല്ലത്. എന്നോട് മലബാറിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു വീടിൻ്റെ ഒരു ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. അവിടെ മുഖ്യമന്ത്രിയും വന്നു, വേറൊരു കോൺഗ്രസ് നേതാവും വന്നു. കോൺഗ്രസ് നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രിയോടൊപ്പമുള്ളത് മുഖ്യമന്ത്രി മാത്രം, പിന്നെ അദ്ദേഹത്തിൻ്റെ ഗൺമാൻ പേഴ്സണൽ സ്റ്റാഫ്. കോൺഗ്രസ് നേതാവ് 12:45 വിളിച്ചു പറഞ്ഞത് ഉച്ചയ്ക്ക് ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വന്നപ്പോൾ എത്ര പേരാണെന്നറിയോ? 22 പേര്. ഒന്നെങ്കിൽ കൊണ്ടുവരുന്നവന് ഔചിത്യം വേണം, അല്ലെങ്കിൽ കൂടെ വരുന്നവന് ഔചിത്യം വേണം. സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ ഇതൊരു നാണം കെട്ട അന്തസ്സില്ലായ്മയുടെ പണിയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് പണിയെടുക്കണം. ഏതെങ്കിലും മണ്ഡലം വേണമെങ്കിൽ നേതാവിൻ്റെ പെട്ടി തൂക്കിപ്പിടിച്ച് മണ്ഡലവും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഒന്നെങ്കിൽ 25,000-ന് തോക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 25,000-ന് തോറ്റെടുത്ത് ഇത്തവണ 50,000-ന് തോക്കും. അന്നേരം കരഞ്ഞിട്ടും കെട്ടിപ്പിടിച്ചിട്ടും ഓർമ്മയില്ലാതെ വീണിട്ടും നമ്മുടെ മറ്റേ ചേച്ചിയുടെ പോലെ മുട്ടയടിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. മുട്ടയടിച്ചാൽ താരണം പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ വളിപ്പും ഈ നാടകവും ഇതൊക്കെ പൊതുസമൂഹം കാണുന്നുണ്ട്.
നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കൊള്ളാൻ ചേച്ചി, കൊള്ളാണ്ണ എന്ന് പറയുന്ന 25 പേരല്ല. അവരെന്താ ചെയ്യുന്നതെന്നറിയാവോ? അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെപ്പോലുള്ളവരെ വിളിച്ച് പറയുക, ഈ നാണം കെട്ടവന്, ഈ നാണം കെട്ടവൾക്ക് ഈ പണിയില്ലേന്ന് ചോദിച്ചിട്ട്. വോട്ട് ചെയ്യേണ്ടത് അന്തസ്സും അഭിമാനവും ആഭിജാത്യവും കുലീനത്വവുമുള്ള ഒരു കൂട്ടം വോട്ടർമാരാണ്. അവരെന്ത് രാഷ്ട്രീയവും ജാതിയും ഒക്കെ വന്നാലും മണ്ണിൽ കിടന്ന് സാധാരണക്കാരനോടൊപ്പം പണി ചെയ്യുന്ന ഫോട്ടോയ്ക്ക് ഇടിക്കാത്തവനോട് അവർക്ക് നല്ല മതിപ്പുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ വിൻസെൻ്റ് ജയിച്ചതും ആരോപണങ്ങൾ എത്രയെല്ലാം ഉണ്ടായിട്ടും പിന്നെ സാക്ഷാൽ മഹേഷിനെ പോലെയുള്ളവർ ജയിച്ചതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാരോടും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ നിൽക്കുന്നവരോടും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേതാവിൻ്റെ പെട്ടി തൂക്കുകയും അവിടെ കിടന്ന് തെള്ളുകയും അവരുടെ കഷത്ത് കയറുകയും ചെയ്താൽ ജനം ഒപ്പമുണ്ടാവുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അത്രമാത്രം.